ദ ലോൺലിയസ്റ്റ് പാസഞ്ചർ, ലൈക്കയുടെ ത്യാഗം, ശീതയുദ്ധത്തിന്റെ ആകാശം. വർഷം 1957. ഇരുമ്പുമറ എന്ന് വിളിക്കപ്പെടുന്ന അദൃശ്യമായ ഒരു വരയാൽ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്ന കാലം. പുറമേ നോക്കിയാൽ അതൊരു സ്വപ്നതുല്യമായ കാലഘട്ടമായിരുന്നു. എന്നാൽ അതിനുള്ളിൽ മാനവികല ഒരുതരം ശീതയുദ്ധത്തിന്റെ നിഴലിലായിരുന്നു. ബഹിരാകാശയുഗത്തിന്റെ ഉദയമായിരുന്നു അത്. ഒരു രാജ്യത്തിന്റെ പ്രതാപം അളക്കുന്നത് ആകാശത്തേക്ക് എത്ര ദൂരത്തിൽ ഒരു ലോഹകഷ്ണം എറിയാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരുന്ന കാലം. ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചു. 4 ആന്റിനകളുള്ള വെറുമൊരു വെള്ളി ഗോളമായിരുന്നു അത്. പക്ഷെ അതിൽ നിന്നുള്ള ആ താളാത്മകമായ ബീപ് ബീപ് ശബ്ദം പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരാഘാതമായിരുന്നു. സോവിയറ്റ് യൂണിയന് നക്ഷത്രങ്ങളിലേക്കെത്താൻ കഴിയുന്ന റോക്കറ്റുകളുണ്ടെന്നും അതുവഴി ലോകത്തിലെ ഏത് നഗരത്തിലേക്കും തങ്ങൾക്കെത്താൻ കഴിയുമെന്നും അത് തെളിയിച്ചു. എന്നാൽ സോവിയറ്റ് നേതാവായ നികിത ക്രൂസ്ചേവ് അതിൽ സംതൃപ്തനായിരുന്നില്ല. ബോൾഷെവിക് വിപ്ലവത്തിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ബഹിരാകാശ വിസ്മയം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ചീഫ് ഡിസൈനറായ സെർഗെയ് കൊറോലേവിന് അദ്ദേഹം അസാധ്യമായ ഒരു ഡെഡ്ലൈൻ നൽകി. രണ്ടാമത്തെ ഉപഗ്രഹം നിർമ്മിക്കാൻ 4 ആഴ്ചയിൽ താഴെ മാത്രം സമയം. ഇത്തവണ അതിൽ വെറുമൊരു റേഡിയോ മാത്രമല്ല ഉണ്ടാവുക, അതിൽ ഒരു യാത്രക്കാരൻ കൂടിയുണ്ടാകും. ഒരു മനുഷ്യനെ അയക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രജ്ഞർക്ക് അറിയാമായിരുന്നു. അവരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കാനുള്ള സാങ്കേതികവിദ്യ അന്ന് വികസിച്ചിരുന്നില്ല. അവർക്കൊരു ബയോളജിക്കൽ പയനിയർ ആവശ്യമായിരുന്നു. ഭൂമിയുടെ ശക്തമായ പിടിയിൽ നിന്ന് ശൂന്യതയുടെ ഭാരമില്ലായ്മയിലേക്കുള്ള മാറ്റത്തെ ജീവന് അതിജീവിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞുതരാൻ കഴിയുന്ന ഒരു ജീവി. തെരുവിലെ പോരാളി. സോവിയറ്റ് യൂണിയന്റെ കെനൈൻ കോസ്മനോട്ട് പ്രോഗ്രാം സ്പുട്നിക് 2-വിനു വേണ്ടി മാത്രമുണ്ടാക്കിയതല്ല. വർഷങ്ങളായി അവർ നായകളെ ചെറിയ റോക്കറ്റുകളിൽ ആകാശത്തേക്കയക്കുകയും പാരച്യൂട്ട് വഴി താഴെ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഭ്രമണപഥത്തിലേക്കുള്ള യാത്ര വ്യത്യസ്തമായിരുന്നു. ഇതൊരു തിരിച്ചുവരവില്ലാത്ത യാത്രയായിരുന്നു. അവർ രാജകീയമായ നായകളെ തിരഞ്ഞെടുത്തില്ല. ഓമനിച്ചു വളർത്തുന്ന നായകളെയും അവർക്ക് വേണ്ടായിരുന്നു. അവർ പോയത് ഏറ്റവും കഠിനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്കായിരുന്നു, മോസ്കോയിലെ തെരുവുകളിലേക്ക്. വിശപ്പിനെയും മോസ്കോയിലെ അതികഠിനമായ തണുപ്പിനെയും അതിജീവിച്ച തെരുവു നായകളാണ് ഏറ്റവും വലിയ പോരാളികൾ എന്നവർ വിശ്വസിച്ചു. 3 നായകളെ അവർ തിരഞ്ഞെടുത്തു: അൽബീന, മുഷ്ക, പിന്നെ ലൈക്ക. അൽബീന നേരത്തെ തന്നെ 2 തവണ ആകാശയാത്ര ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞരുടെ പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ അവൾ പ്രസവിച്ച് അധികം നാളായില്ല. തിരിച്ചുവരവില്ലാത്ത ഒരു യാത്രയിലേക്ക് ഒരമ്മയെ അയക്കാൻ ശാസ്ത്രജ്ഞരുടെ മനസ്സ് അനുവദിച്ചില്ല. മുഷ്കയെ ലൈഫ് സപ്പോർട്ട് ഉപകരണങ്ങൾ പരിശോധിക്കാനായി ഉപയോഗിച്ചു. അങ്ങനെ ആ അവസരം ലൈക്കയ്ക്ക് ലഭിച്ചു. അതൊരു സങ്കര ഇനം നായയായിരുന്നു. വെളുപ്പും തവിടും കലർന്ന രോമങ്ങളും എപ്പോഴും ശ്രദ്ധിച്ചു നിൽക്കുന്ന ചെവികളും. സാങ്കേതിക ടെക്നീഷ്യന്മാർ അവളെ കുദ്രയാവുക്ക എന്ന് വിളിച്ചു, അഥവാ ചെറിയ ചുരുളൻ എന്നർത്ഥം. കേവലം 6 കിലോ മാത്രമായിരുന്നു ഭാരം. എങ്കിലും ശാസ്ത്രജ്ഞർ വിലമതിച്ചിരുന്ന ഒരു ഗുണം അവൾക്കുണ്ടായിരുന്നു: അസാമാന്യമായ ശാന്തത. മറ്റുള്ള നായകൾ പരിശീലന സമയത്ത് പരിഭ്രാന്തരാകുമ്പോൾ ലൈക്ക ശാന്തയായിരിക്കുമായിരുന്നു. താനൊരു ശവപ്പെട്ടിയിലേക്കാണ് അളക്കപ്പെടുന്നത് എന്നവൾ അറിഞ്ഞില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്രജ്ഞർ അവളുടെ കൂട്ടുകാരായിരുന്നു. അവൾക്ക് ഭക്ഷണവും ചൂടും സ്നേഹവും നൽകുന്ന മനുഷ്യർ. പരിശീലനത്തിന്റെ കഠിനപാത. സ്പുട്നിക് 2-വിനു വേണ്ടിയുള്ള പരിശീലനം ഒരു നായയുടെ സ്വാഭാവികമായ എല്ലാ ശീലങ്ങളെയും ഇല്ലാതാക്കുന്നതായിരുന്നു. പേടകത്തിനുള്ളിലെ ഇടുങ്ങിയ സ്ഥലത്തുമായി പൊരുത്തപ്പെടാൻ അവരെ വളരെ ചെറിയ കൂടുകളിലായി അടച്ചിട്ടു. 20 ദിവസത്തോളം അവർക്ക് തിരിയാൻ പോലും പറ്റാത്തത്ര ചെറിയ സ്ഥലത്താണ് ലൈക്കയെ ഇരുത്തിയത്. നായകളുടെ ദഹനവ്യവസ്ഥ തകരാറിലാകുന്നത് ശാസ്ത്രജ്ഞർ കണ്ടു. അവർ കളികൾ നിർത്തി, നിശബ്ദരായി. അവരെ മിഷൻ റെഡിയാക്കാൻ കൂടുതൽ കഠിനമായ പരീക്ഷണങ്ങളിലേക്ക് തള്ളിവിട്ടു. ഭൂഗുരുത്വബലത്തിന്റെ 5 മടങ്ങ് ശക്തിയോടെ അവരുടെ ശരീരത്തെ ചുമരിലൊട്ടിക്കുന്ന തരത്തിൽ സെൻട്രിഫ്യൂജുകളിൽ അവരെ കറക്കി. റോക്കറ്റ് എഞ്ചിനുകളുടെ ചെവി പൊട്ടുന്ന ശബ്ദം കേൾപ്പിച്ചു. പ്രത്യേകമായി തയ്യാറാക്കിയ ജെല്ലി പോലെയുള്ള ഭക്ഷണമായിരുന്നു പിന്നെ അവരുടെ ഏക ആഹാരം. എന്നാൽ ഈ കഠിന അന്തരീക്ഷത്തിലും മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധം തകർക്കാൻ കഴിഞ്ഞില്ല. പ്രധാന ഗവേഷകനായ ഡോക്ടർ വ്ളാഡിമിർ യാസ്ദോവ്സ്കി ഒരു വലിയ രഹസ്യം ഉള്ളിലൊളിപ്പിച്ചിരുന്നു. പേടകത്തിന് ഹീറ്റ് ഷീൽഡില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വിക്ഷേപണം കഴിഞ്ഞാൽ ലൈക്കയുള്ള മരണം ഉറപ്പാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു.
വർഷങ്ങൾക്ക് ശേഷം യാസ്ദോവ്സ്കി തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതി, വിക്ഷേപണത്തിന് തൊട്ടുമുൻപുള്ള ആ ദിവസത്തെക്കുറിച്ച്. അദ്ദേഹം ലൈക്കയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മക്കളുമായി കളിക്കാൻ വിട്ടു. അദ്ദേഹം പറഞ്ഞു, അവൾക്കുവേണ്ടി നല്ലതെന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾക്കിനി ജീവിക്കാൻ വളരെ കുറച്ചു സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയ മോഹങ്ങൾക്കായി തന്റെ സുഹൃത്തിനെ ബലി കൊടുക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ കരുണയായിരുന്നു അത്. ശൂന്യത്തിലേക്ക്. 1957 നവംബർ 3. ബൈക്കനൂർ കോസ്മോഡ്രോം ഉണർന്നു. ലൈക്ക 3 ദിവസമായി പേടകത്തിനുള്ളിലായിരുന്നു. പുലർച്ചെ 5:30 എഞ്ചിനുകൾ ജ്വലിച്ചു. ആ വേഗത ഭയപ്പെടുത്തുന്നതായിരുന്നു. ലൈക്കയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 100-ൽ നിന്ന് 240-ലേക്കുയർന്നു. ശ്വസനവേഗത 3 ഇരട്ടിയായി. ഫോഴ്സ് അവളുടെ ശരീരത്തെ ആ ചെറിയ ക്യാബിനിന്റെ തറയിലേക്ക് ഒട്ടിച്ചുചേർത്തു. ആ നിമിഷങ്ങളിൽ അവൾ കടുത്ത ശാരീരിക വേദനയും ഭയവും അനുഭവിച്ചു. പിന്നെ റോക്കറ്റിന്റെ 2ാം ഘട്ടം വേർപെട്ടു. വലിയ ശബ്ദം നിലച്ചു. ശൂന്യത. ലൈക്കയുടെ ഹൃദയമിടിപ്പ് നിരനാന നിലയിലെത്താൻ 3 മണിക്കൂറെടുത്തു. ഭൂമിയിൽ അത് വെറും മിനിറ്റുകൾ മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. ബഹിരാകാശമെന്നത് ശരീരം മനസ്സിലാക്കുന്ന വലിയൊരു വെല്ലുവിളിയാണെന്ന ആദ്യ സൂചനയായിരുന്നു അത്. പക്ഷേ അവൾ ജീവനോടെയുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ ആ വാർത്ത ലോകത്തെ അറിയിച്ചു. ഒരു ജീവി ഭൂമിയെ വലം വയ്ക്കുന്നു. ലൈക്ക ലോകപ്രസിദ്ധയായി. മോസ്കോയിലെ പത്രങ്ങൾ അവളുടെ പടം 1-ാം പേജിൽ അച്ചടിച്ചു. എന്നാൽ ലോകം ആഘോഷിക്കുമ്പോൾ ആ ദൗത്യം പരാജയപ്പെട്ടു തുടങ്ങിയിരുന്നു. വിക്ഷേപണ സമയത്ത് റോക്കറ്റിൽ നിന്ന് വേർപെടേണ്ട ഒരു ഭാഗം കൃത്യമായി മാറിയില്ല. ഇത് പേടകത്തിന്റെ താപനില നിയന്ത്രണ സംവിധാനത്തെ തകരാറിലാക്കി. സൂര്യന്റെ കഠിനമായ ചൂട് സ്പുട്നിക് 2വിന്റെ ലോഹശരീരത്തെ ചുട്ടുപഴുക്കാൻ തുടങ്ങി. ക്യാബിനുള്ളിലെ താപനില ഉയർന്നു. 30 ഡിഗ്രി, 40 ഡിഗ്രി. കൂളിംഗ് ഫാനുകൾ പരമാവധി പ്രവർത്തിച്ചിട്ടും ചൂടുവായു മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. ലൈക്ക കിതയ്ക്കാൻ തുടങ്ങി. അവളുടെ ഹൃദയമിടിപ്പ് വീണ്ടും ഉയർന്നു. ഇത്തവണ ആവേശത്തിലല്ല, മറിച്ച് താങ്ങാനാവാത്ത ചൂട് കാരണം. 7 മണിക്കൂർ നീണ്ട രഹസ്യം. 45 വർഷത്തോളം സോവിയറ്റ് യൂണിയൻ ലോകത്തോട് പറഞ്ഞത് ഒരു നുണയായിരുന്നു. ലൈക്ക 6 ദിവസം ജീവിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഓക്സിജൻ തീർന്നപ്പോൾ അവൾ സമാധാനമായി മരിച്ചു എന്നവർ അവകാശപ്പെട്ടു. എന്നാൽ സത്യം അതിനേക്കാൾ കഠിനമായിരുന്നു. 2002-ൽ ശാസ്ത്രജ്ഞനായ ദിമിത്രി മലാഷെങ്കോവ് സത്യം വെളിപ്പെടുത്തി. ലൈക്ക 6 ദിവസം ജീവിച്ചില്ല. അവളൊരു ദിവസം പോലും തികഞ്ഞില്ല. വിക്ഷേപണം കഴിഞ്ഞ 5 മുതൽ 7 മണിക്കൂറിനുള്ളിൽ സ്പുട്നിക് 2വിൽ നിന്നുള്ള സിഗ്നലുകൾ നിലച്ചു. പേടകത്തിനുള്ളിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസിനു മുകളിലായിരുന്നു. മോസ്കോയിലെ തെരുവുകളിൽ ജനിച്ച ലൈക്ക ഒരു ലോഹപ്പെട്ടിക്കുള്ളിൽ വെണ്ടു മരിച്ചു. താൻ ഒരിക്കൽ നടന്നിരുന്ന ഭൂമിയെ നോക്കി ഏകാന്തമായി ഇരുട്ടിലവൾ യാത്രയായി. നുണകൾ പുറത്തുവന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ശാസ്ത്രപുരോഗതിയുടെ പേരിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്നതിന്റെ നൈതികതയെക്കുറിച്ച് ലോകം ആദ്യമായി ചിന്തിച്ചു. ഉൽക്കാപതനം. ലൈക്കയുടെ ശരീരം 162 ദിവസം ആകാശത്ത് തുടർന്നു. അവൾ 2570 തവണ ഭൂമിയെ വലം വെച്ചു. അവസാനം 1958 ഏപ്രിൽ 14-ന് സ്പുട്നിക് 2 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച് കത്തിത്തീർന്നു. തെരുവിൽ ജനിച്ച ലൈക്ക രാത്രി ആകാശത്തെ ഒരു മിന്നലായി തന്റെ യാത്ര അവസാനിപ്പിച്ചു. അവളുടെ ത്യാഗം വെറുതെയായെന്നാണോ നിങ്ങൾ കരുതുന്നത്? ബഹിരാകാശത്ത് ജീവന് നിലനിൽക്കാൻ കഴിയുമെന്ന് ലൈക്ക തെളിയിച്ചു. 4 വർഷത്തിനുശേഷം യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയപ്പോൾ അത് ലൈക്ക നൽകിയ പാഠങ്ങളിലൂടെയായിരുന്നു. ആകാശത്തേക്ക് നോക്കുന്ന ഓരോ ബഹിരാകാശ സഞ്ചാരിയും ആ കൊച്ചുനായയ്ക്ക് അടപ്പെട്ടിരിക്കുന്നു. പ്രധാന ഗവേഷകനായ ഒലെഗ് ഗസെങ്കോവ് പിന്നീട് പറഞ്ഞു, കാലം കഴിയുന്തോറും എനിക്ക് കൂടുതൽ വിഷമം തോന്നുന്നു. ആ നായയുടെ മരണം ന്യായീകരിക്കാൻ തക്കവണ്ണം അറിവൊന്നും ഞങ്ങൾ ആ ദൗത്യത്തിൽ നിന്ന് നേടിയില്ല. ഇന്ന് മോസ്കോയിലൊരു സ്മാരകമുണ്ട്. ഒരു റോക്കറ്റിന്റെ മുകളിൽ നിൽക്കുന്ന ലൈക്കയുടെ പ്രതിമ. ലൈക്ക ഒരു സൈനികയോ ശാസ്ത്രജ്ഞയോ ആയിരുന്നില്ല. താൻ വിശ്വസിച്ച മനുഷ്യരെ പിന്തുടർന്ന് നക്ഷത്രങ്ങളിലേക്ക് പോയ വെറുമൊരു നായയായിരുന്നു. അങ്ങനെ അവൾ നക്ഷത്രങ്ങളെ തൊട്ട ആദ്യത്തെ ജീവിയായി. ഇതുവരെ നിങ്ങൾ കേട്ടത് ദ പെർഫെക്റ്റ് വോളിയം.